നെക്സ്റ്റ് ഒരു തിയറം നോക്കാം. സപ്പോസ് ദാറ്റ് എസ് ആൻഡ് ടി ആർ സെറ്റ്സ് ആൻഡ് ടി സബ്സെറ്റ് ഓഫ് എസ്. If S is a finite set, then T is a finite set. If T is an infinite set, then S is an infinite set. ടിയും എസ്സും രണ്ട് സെറ്റ്. ടി എസിൻ്റെ സബ്സെറ്റ്. എസ് ഫൈനൈറ്റ് ആണെങ്കിൽ അതിൻ്റെ സബ്സെറ്റ് ആയിട്ടുള്ള ടി ഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും. ഇനി ടി ഇൻഫൈനൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൂപ്പർ സെറ്റ് ആയിട്ടുള്ള എസ് ഇൻഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് പാർട്ട് ആദ്യം പ്രൂവ് ചെയ്യാം. നമുക്കറിയുന്ന കാര്യം എന്തൊക്കെയാണ്? ടി സബ്സെറ്റ് ഓഫ് എസ് ആണ് നമുക്കറിയാം. എസ് ഒരു ഫൈനൈറ്റ് സെറ്റാണെന്നും അറിയാം. ടി സബ്സെറ്റ് ഓഫ് എസ്. അപ്പോൾ ടി എന്താണ്? ഒന്നില്ലെങ്കിൽ ഒരു എം ടി സെറ്റാണ്, അല്ലെങ്കിൽ ഒരു നോൺ എം ടി സെറ്റാണ്. സപ്പോസ് ടി ഈസ് ആൻ എം ടി സെറ്റ്, ടി ഈക്വൽ ടു 5. അങ്ങനെയാണെങ്കിൽ എൻ ഓഫ് ടി ഈക്വൽ ടു 0 വരും. എൻ ഓഫ് ടി 0 എന്ന് പറഞ്ഞാൽ എന്താ? ടി ഈസ് എ ഫൈനൈറ്റ് സെറ്റ്. ഇനി ടി നോൺ എം ടി ആണെന്ന് വിചാരിക്കുക. ടി നോട്ട് ഈക്വൽ ടു 5. അങ്ങനെയാണെങ്കിൽ ടി ഫൈനൈറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ നമ്മളിവിടെ പ്രൂവ് ചെയ്യണത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ടാണ്. അതായത് നമ്മൾ ആദ്യം എൻ ഓഫ് എസ് ഈക്വൽ ടു 1 എന്നെടുക്കും, എന്നിട്ട് ട്രൂ ആണെന്ന് ചെക്ക് ചെയ്യും. ദെൻ എൻ ഓഫ് എസ് ഈക്വൽ ടു കെക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. ദെൻ എൻ ഓഫ് എസ് ഈക്വൽ ടു കെ പ്ലസ് 1ന് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ ഇഫ് എൻ ഓഫ് എസ് ഈക്വൽ ടു 1, എസ്സിലെ എലമെൻറ്റ് 1, ഒരു എലമെൻ്റ് ഉള്ളൂ. അപ്പോൾ അതായത് എസ് എന്ന് പറഞ്ഞ സെറ്റ് നമ്മളിങ്ങനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്തു. ഈ സെറ്റിലെ ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ സബ്സെറ്റ് എന്തൊക്കെയാണ് വരിക? സെറ്റ് 1 എന്ന് വരാം, അല്ലെങ്കിൽ ഒരു എം ടി സെറ്റ് വരാം. അതായത് ടി ഈക്വൽ ടു 5 വരാം, ഓർ ടി ഈക്വൽ ടു എസ് എന്ന് വരാം. ടി ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ എൻ ഓഫ് ടി ഈക്വൽ ടു 0 ആണ്. ടി ഈക്വൽ ടു എസ് എന്ന് പറഞ്ഞാലോ എൻ ഓഫ് ടി ഈക്വൽ ടു 1 ആണ്. അപ്പോൾ എന്താ? ടി ഈസ് ഫൈനൈറ്റ്. ഇനി എൻ ഓഫ് എസ് ഈക്വൽ ടു കെ ആണെങ്കിൽ ടി ഫൈനൈറ്റ് ആണെന്ന് അസ്യൂം ചെയ്യാം. ഇനി നമുക്ക് എൻ ഓഫ് എസ് ഈക്വൽ ടു കെ പ്ലസ് 1 ആകുമ്പോൾ ടി ഫൈനൈറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ എൻ ഓഫ് എസ് ഈക്വൽ ടു കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഫ്രം എൻ കെ പ്ലസ് 1 ടു എസ് ഒരു ബൈജക്റ്റീവ് മാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ്. ഇത് ഞാൻ മുന്നേ പ്രീവിയസ് വീഡിയോയിൽ ഞാനൊരു ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ ആദ്യം അത് പോയി കാണാം, ഇല്ലെങ്കിൽ ബാക്കിയുള്ളതൊന്നും മനസ്സിലാവില്ല. പ്ലസ് 1 എന്ന് പറഞ്ഞാൽ സെറ്റ് 1 2 എക്സെട്ര കെ കോമ കെ പ്ലസ് 1 ആണ്. സോ ഇവിടെ കെ പ്ലസ് 1 എലമെൻറ്റ് ഓഫ് എൻ കെ പ്ലസ് 1. എഫ് ഫ്രം എൻ കെ പ്ലസ് 1 ടു എസ് ഒരു ബൈജക്റ്റീവ് മാപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. കെ പ്ലസ് 1 എൻ കെ പ്ലസ് 1ലെ എലമെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് കെ പ്ലസ് 1 എലമെൻറ്റ് ഓഫ് എസ് ആയിരിക്കും. അതായത് എഫ് ഫ്രം എ ടു ബി ഒരു ബൈജക്റ്റീവ് മാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ് എലമെൻറ്റ് ഓഫ് എ ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് ബി ആൻഡ് എഫ് ഓഫ് എ സബ്സെറ്റ് ഓഫ് ബി. ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് ഫംഗ്ഷന്. അത് വെച്ചിട്ടാണ് ഇത് ചെയ്തത്. എഫ് ഓഫ് കെ പ്ലസ് 1 എലമെൻറ്റ് ഓഫ് എസ് എന്നെത്തി. നമുക്കറിയാം ടി എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എസ് ആണ്. എഫ് ഓഫ് കെ പ്ലസ് 1 എലമെൻറ്റ് ഓഫ് ടി ആയിരിക്കാം, അല്ലെങ്കിൽ എഫ് ഓഫ് കെ പ്ലസ് 1 നോട്ട് എലമെൻറ്റ് ഓഫ് ടി ആയിരിക്കാം. ഇഫ് എഫ് ഓഫ് കെ പ്ലസ് 1 നോട്ട് എലമെൻറ്റ് ഓഫ് ടി, then define S1 equal to S minus f of set f of k plus 1. സോ എൻ ഓഫ് എസ് 1 എന്ത് വരും? എൻ ഓഫ് എസ് 1 ഈക്വൽ ടു കെ എന്ന് വരും. കാരണം എസ്സിൽ കെ പ്ലസ് 1 എലമെൻറ്റ്സ് ഉണ്ട്. അതിൽ നിന്ന് ഒരു എലമെൻറ്റ് പോയി കഴിഞ്ഞാൽ ബാക്കി കെ എലമെൻറ്റ് ഉണ്ടായിരിക്കും. സോ എൻ ഓഫ് എസ് 1 ഈക്വൽ ടു കെ എന്ന് കിട്ടി. ആൻഡ് ടി എന്താണ്? സബ്സെറ്റ് ഓഫ് എസ് 1 ആണ്. ഹെൻസ് ബൈ ഇൻഡക്ഷൻ ടി ഈസ് ഫൈനൈറ്റ്. കെ പ്ലസ് 1 എലമെൻറ്റ് ഓഫ് ടി ആണെന്ന് വിചാരിക്കുക. ദെൻ ഡിഫൈൻ T1 ഈക്വൽ ടു ടി മൈനസ് സെറ്റ് എഫ് ഓഫ് കെ പ്ലസ് 1. സോ T1 ഈസ് എ സബ്സെറ്റ് ഓഫ് S1. നമുക്കറിയാം എൻ ഓഫ് S1 എന്ന് പറഞ്ഞാൽ കെ ആണ്. അപ്പോൾ T1 എന്താണ്? ഫൈനൈറ്റ് സെറ്റാണ്. T1 ഈസ് ഫൈനൈറ്റ് സെറ്റ്. ഇനി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? T1 യൂണിയൻ സെറ്റ് എഫ് ഓഫ് കെ പ്ലസ് 1. അത് നമ്മൾ ഈ ഡെഫിനിഷൻ നിന്നാണ് എടുത്തത്. ഓക്കെ.
സോ ടി എന്താണ് ഫൈനൈറ്റ് ആണ്. അപ്പോൾ എൻ ഓഫ് എസ് കെ പ്ലസ് വൺ എലമെൻ്റ് ആകുമ്പോഴും ഫൈനൈറ്റ് സെറ്റാണ് ടി ഉള്ളത്. ഹെൻസ് ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ടി ഈസ് ഫൈനൈറ്റ്. പാർട്ട് ബീൻ്റെ പ്രൂഫ് എങ്ങനെയാ വെച്ചാൽ പാർട്ട് എൻ്റെ കോൺട്രാ പോസിറ്റീവാണ്. അതായത് കോൺട്രാ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പി ഇംപ്ലൈസ് ക്യൂ ആണെങ്കിൽ അതിൻ്റെ കോൺട്രാ പോസിറ്റീവ് എന്ന് പറയുന്നത് നോട്ട് ക്യൂ ഇംപ്ലൈസ് നോട്ട് പി ആണ്. അതായത് ഇവിടെ എസ് ഫൈനൈറ്റ് ആണെങ്കിൽ ടി ഫൈനൈറ്റ് ആണെന്ന് പറഞ്ഞു. സോ നമുക്ക് പറയാം ടി ഇൻഫൈനൈറ്റ് ആണെങ്കിൽ എസ് ഇൻഫൈനൈറ്റ് ആണ്. ഓക്കെ.